എന്തൊക്കെയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഡെവലപ്പിംഗ് വാല്യൂസ് ഇൻ ചിൽഡ്രൻ, ഈ ഒരു വാല്യൂസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള വാല്യൂസ് കുട്ടികളിൽ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഈ ഒരു ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിരമായ വികസനത്തിന് നമുക്കറിയാം നമ്മുടെ തലമുറയിൽ ഒരുപാട് ആറ്റിറ്റ്യൂഡിലും കുറേ വാല്യൂസിലൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ രീതിയിലുള്ള വാല്യൂസ് നമ്മൾ കുട്ടികൾ ഉയർത്തിയെടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതൊരു ചെറിയൊരു സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. മറിച്ച് കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കുറച്ച് ദീർഘകാല സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ വാല്യൂസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം, ചെറുപ്പത്തിലാണ് കുട്ടികൾ അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു അടിസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ സുസ്ഥിര വികസനത്തിന് ആവശ്യമായ രീതിയിലുള്ള വാല്യൂസ് കൂടി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. നമുക്കറിയാം, കുട്ടികൾ അവരുടെ ഈ ഒരു കാലഘട്ടം, ഇവരുടെ ഈ പേഴ്സണാലിറ്റി, വ്യക്തിത്വം രൂപീകരിക്കുന്ന ഈ ഒരു ചെറുപ്പ കാലഘട്ടം, ചൈൽഡ്ഹുഡിൻ്റെ ഏറ്റവും ഭൂരിഭാഗം വരുന്ന സമയമൊക്കെ അവർ ചിലവഴിക്കുന്നത് സ്കൂളുകളിൽ ടീച്ചേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊണ്ടാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കീഴിലായിട്ടാണ് അവർ ചിലവഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള മൂല്യങ്ങളും ആറ്റിറ്റ്യൂഡും ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മുടെ സ്കൂളുകൾക്ക് വലിയതായിട്ടുള്ള പങ്കുണ്ട്. നമ്മുടെ സ്കൂളിലൊക്കെയുള്ള ടീച്ചേഴ്സ് കുട്ടികൾക്ക് നല്ലത് ചെയ്യുമ്പോൾ റിവാർഡ് കൊടുത്തുകൊണ്ടും, അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് പണിഷ്മെൻറ്റ്, അതിനോട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള പണിഷ്മെൻറ്റുകൾ കൊടുത്തുകൊണ്ടും, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് റോൾ മോഡൽ അവർ കാണിച്ചു കൊടുത്തുകൊണ്ടുമൊക്കെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള വാല്യൂസ് എടുക്കാൻ, അല്ലെങ്കിൽ അവരിലേക്ക് ഇത്തരത്തിലുള്ള മൂല്യങ്ങളെ കൈമാറാൻ, അല്ലെ അവർക്കറിയാതെ തന്നെ അൺകോൺഷ്യസ് ആയി തന്നെ അവർ ബോധപൂർവം അല്ലാതെ തന്നെ അവർക്ക് ഉള്ളിലൂടെ ഇതൊക്കെ വാല്യൂസ് കൈമാറി കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളുകളിൽ എന്ത് ചെയ്യപ്പെടണം, കുട്ടികൾക്ക് കോൺഷ്യസ് ആയിട്ട് വളരെ പ്ലാൻ ചെയ്തിട്ട് അവർക്ക് ബോധപൂർവമായിട്ട് തന്നെ ഇത്തരത്തിൽ എന്ത് ചെയ്യപ്പെടണം, വാല്യൂസിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ അവർക്ക് ഇത് നമ്മൾ വാല്യൂസിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന രീതിയിൽ കോൺഷ്യസ് ആയിട്ടുള്ള, പ്ലാൻഡ് ആയിട്ടുള്ള, ഡെലിബറേറ്റ് ആയിട്ടുള്ള ശ്രമങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, നടത്തണം. അപ്പോൾ കുട്ടികൾക്ക് വെറും ഈ പ്രകൃതി പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് അതുമാത്രം, അതിനെക്കുറിച്ച് എന്തൊക്കെ പ്രകൃതി പ്രശ്നങ്ങളാണ്, എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുന്നത് എന്നത് അറിയിക്കുക മാത്രം ചെയ്യാതെ കുട്ടികൾക്ക് എന്ത് ചെയ്യപ്പെടണം, ഇതിൻ്റെയൊക്കെ വാല്യൂസ് ഉൾക്കൊള്ളാൻ, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നു, എന്തുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കണം, എന്തുകൊണ്ട് എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ നൽകപ്പെടണം, എന്തുകൊണ്ട് എല്ലാവർക്കും തുല്യ പങ്കാളിത്തം ഉറപ്പുവരുത്തണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാല്യൂസ്, ഇതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർക്ക് ഉൾക്കൊള്ളാനും, അതേപോലെ തന്നെ ഈ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നേരിടാൻ ആവശ്യമായിട്ടുള്ള കഴിവുകളും അതിനാവശ്യമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളും അവർക്ക് വളർത്തിയെടുക്കാനും അവർക്ക് എന്ത് ചെയ്യണം, അവരെ നമ്മൾ പ്രാപ്തമാക്കിയെടുക്കണം, അവരെ അതിനുവേണ്ടി നമ്മൾ സഹായിച്ചു കൊടുക്കണം. വെറും ഈ പ്രകൃതി എന്തൊക്കെ രീതിയിലുള്ള ചലഞ്ചസുകളാണ് നമ്മുടെ പരിസ്ഥിതി അനുഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് മാത്രം അറിവ് മാത്രം കൊടുക്കുന്നതിനപ്പുറം അവയെ നേരിടാൻ ആവശ്യമായ സ്കില്ലുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയാണ് എന്നതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ, ആ സ്കില്ലുകളും ആ ആറ്റിറ്റ്യൂഡുകളും ഉണ്ടാക്കിയെടുക്കാൻ കൂടി അവരെ നമ്മൾ എന്ത് ചെയ്യണം, സഹായിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ചിന്തിക്കാനും, അവരുടെ രീതിയിലായിട്ട് ചർച്ചകൾ നടത്താനും, സംവാദങ്ങൾ നടത്താനും, അതേപോലെ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും എന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ അവസരങ്ങൾ കൊടുക്കണം. അതിനുവേണ്ടി അവരെ എൻകറേജ് ചെയ്യണം, അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള ഉത്തരവാദിത്വം എന്നുള്ളത് നമ്മിൽ തന്നെയാണ് കിടക്കുന്നത്, അല്ലാതെ അത് മറ്റാരുടെ ഉത്തരവാദിത്തമല്ല. മറിച്ച് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് എന്ത് ചെയ്യണം, കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം എന്നർത്ഥം. അതേപോലെ തന്നെ സ്കൂളിലുള്ള, അതേപോലെ തന്നെ ഓരോ കമ്മ്യൂണിറ്റി പോയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഉള്ള കുട്ടികൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നതൊക്കെ എന്ത് ചെയ്യും, കുട്ടികളിലെ ഒരു ജനാധിപത്യ ബോധം ഉണ്ടാക്കിയെടുക്കാനും, ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കിയെടുക്കാനും, അവരെല്ലാവരും ഒന്നിച്ചുള്ള ഒരു ഏജൻസിയുടെ ഭാഗമാണ് എന്ന ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാനൊക്കെ അവർക്ക് എന്ത് ചെയ്യും, അത്
സഹായിക്കും. അപ്പോൾ ഈ ദാരിദ്ര്യം പോലെയുള്ള, അല്ലെങ്കിൽ അസമത്വം പോലെയുള്ള, അല്ലെങ്കിൽ സംഘർഷങ്ങൾ പോലെയുള്ള, അല്ലെങ്കിൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന ശോഷണങ്ങൾ പോലെയുള്ള വിഷയങ്ങളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഈ അവർക്കുള്ള അറിവ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവരുടെ ഒരു അവയർനെസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പരിഹരിക്കാനും അതിനെ സോൾവ് ചെയ്യാനും ആവശ്യമായ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടി അവർക്ക് ആ ഒരു അറിവിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കണം. വെറും ഇത്തരത്തിൽ അറിവുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ ഈ അറിവനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഒരുക്കി കൊടുക്കണം. അവർക്ക് അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അന്വേഷണത്വവും അതേപോലെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രവർത്തനവും കൂടിച്ചേർന്ന ഒന്നാണ് ഈ എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോളേജ്, അതേപോലെ സ്കില്ലുകൾ, അതേപോലെ തന്നെ വാല്യൂസ്, അതൊക്കെയും ഒരുമിച്ച് വരുമ്പോഴാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ പരിപൂർണമായി മാറുന്നത് എന്നർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാദേശിക തലത്തിൽ ജനകീയമായിട്ടുള്ള പങ്കാളിത്തങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, നമ്മുടെ പ്രകൃതിയെ നോവിക്കാതെയുള്ള, അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സുസ്ഥിരമായ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടിൽ പോലും ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പബ്ലിക് ഇൻവോൾവ്മെന്റ് അറ്റ് ദ ലോക്കൽ ലെവൽ, ഇല്ലേ? ഏറ്റവും പ്രാദേശികമായ തലത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? പബ്ലിക് ഇൻവോൾവ്മെന്റ്, ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിയുക എന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വെറും നമ്മുടെ ഈ പ്രകൃതി ദിനത്തിൻ്റെ അന്ന്, അല്ലെങ്കിൽ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ മീഡിയാസിലൂടെ നമ്മൾ അസംബ്ലികളിലൂടെ കുറേ നമ്മൾ സന്ദേശങ്ങൾ കൈമാറാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സന്ദേശങ്ങൾ വെറുതെ മെമ്മറൈസ് ചെയ്ത് വെക്കുക മനഃപ്പാടമാക്കുക എന്നതിനേക്കാൾ അപ്പുറം അതിന്നൊക്കെ മാറിയിട്ട് നമ്മൾ കുട്ടികളിൽ എന്ത് ചെയ്യണം? അവരുടെ നിത്യജീവിതത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളോട് എങ്ങനെ എൻഗേജ് ചെയ്യണം, എങ്ങനെ സംവദിക്കണം എന്ന് കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ വേണം? കൊടുക്കുകയും വേണം. അപ്പോൾ കണ്ടിന്യൂസ് കോണ്ടാക്ട് വിത്ത് നേച്ചർ റാദർ ദാൻ ഐസൊലേറ്റഡ് ക്ലാസ് റൂം ലെസൺസ് ഓർ ഒക്കേഷണൽ ഫീൽഡ് ട്രിപ്സ് ഹെൽപ്പ് ദം ഡെവലപ്പ് ജെന്യൂൻ കൺസേൺ ഫോർ ദ എൻവിറോൺമെന്റ്. അപ്പോൾ ഈ രീതിയിൽ അവരെ വളർത്തിയെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രകൃതിയുമായിട്ട് തുടർച്ചയായി സംവദിക്കാനും അതുമായി ബന്ധപ്പെടാനുമുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നതാണ്. അപ്പോൾ എപ്പോഴും വെറും തിയററ്റിക്കലായി മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ക്ലാസ് റൂമുകളിൽ മാത്രം കുട്ടികളെ തളച്ചിടാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒക്കേഷണലി മാത്രം, വല്ല ഒരു വർഷത്തെ ഒരു വട്ടമോ അല്ലെങ്കിൽ മാസത്തെ ഒരു വട്ടമോ മാത്രം എന്തെങ്കിലും ഫീൽഡ് ട്രിപ്പ് നടത്തുക എന്നതിനപ്പുറം നിരന്തരമായി കുട്ടികൾക്ക് പ്രകൃതിയോട് ഇടപെടാനുള്ള, അതിനോട് ബന്ധപ്പെടാനുള്ള ഒരു അവസരം ഒരുക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ രീതിയിൽ പ്രകൃതിയോട് ഒരു ആത്മാർത്ഥമായിട്ടുള്ള, ജെന്യൂൻ ആയിട്ടുള്ള ഒരു കൺസേൺ കുട്ടികൾ ഉയർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നർത്ഥം. എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രിപ്പയർസ് ലേണേഴ്സ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് അബൌട്ട് എക്കണോമിക്, പൊളിറ്റിക്കൽ, എൻവിറോൺമെന്റ് ആൻഡ് എക്വിറ്റി റിലേറ്റഡ് മാറ്റേഴ്സ്. ഈ രീതിയിൽ കുട്ടികൾക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ നൽകി കഴിഞ്ഞാലുള്ള ഉപകാരം എന്താണ്? ഈ രീതിയിൽ കുട്ടികളെ വിദ്യാഭ്യസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം നൽകി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള, പ്രകൃതിപരമായിട്ടുള്ള, അതേപോലെ തന്നെ ഇക്വിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്കത് സഹായിക്കും. അവരെ അത് പ്രാപ്തമാക്കി മാറ്റും എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എന്നു മാത്രമല്ല, ഒരു വിദ്യാഭ്യാസം അത് ഏറ്റവും ഫലവത്താണ്, അത് ഏറ്റവും നല്ല രീതിയിൽ ഫലപ്രദമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം ഏറ്റവും നല്ല രീതിയിൽ അവിടെ അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്? കുട്ടികൾ അവരുടെ നിത്യജീവിതത്തിൽ അത് പുലർത്തുമ്പോഴാണ്, അല്ലെങ്കിൽ അവരുടെ ഭാവിയിൽ അത് എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് കാണുമ്പോൾ മാത്രമാണ് ഈ ഒരു വിദ്യാഭ്യാസം അവരിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യങ്ങൾ അവരിൽ കാണുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു വാല്യൂ ഡെവലപ്മെന്റ് ഈ ഡെലോറസ് റിപ്പോർട്ടിലൊക്കെ പറഞ്ഞ 4 പില്ലറുകളെയും ഉൾക്കൊള്ളുന്നതാവണം. സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള, എൻവിറോൺമെന്റൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, സോഷ്യോ ഡെവലപ്മെന്റ് വേണം, എക്കണോമിക് ഡെവലപ്മെന്റ് വേണം, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് വേണം, എൻവിറോൺമെന്റ് ഡെവലപ്മെന്റ് വേണം. ഈ ഒരു 4 പില്ലറിന് എന്ത് ചെയ്യുന്നതായിരിക്കണം? ഫോസ്റ്റർ ചെയ്യുന്നതായിരിക്കണം, അല്ലെങ്കിൽ അതിനെ കൂടി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ
ചിൽഡ്രൻ ഷുഡ് ലേൺ ടു നോ ബൈ ഡെവലപ്പിംഗ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ് എബിലിറ്റീസ്. കുട്ടികൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് അല്ലെങ്കിൽ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അവരിൽ ലൈഫ് ലോങ് ആയിട്ടുള്ള എബിലിറ്റീസ്, ലൈഫ് ലോങ് ആയിട്ടുള്ള ലേണിംഗ് എബിലിറ്റീസ്, ജീവിതകാലം മുഴുക്കെ ഒരു പഠിക്കാൻ ഉള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ തന്നെ അവർക്കൊരു ഡെവലപ്പിംഗ് അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാക്കിയെടുത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവർ പഠിക്കേണ്ടത് എങ്ങനെയാണ്? വളരെ ക്രിയേറ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനും അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ അല്ലെങ്കിൽ സമുദായങ്ങളെ സംരക്ഷിക്കാനും അവർ ക്രിയേറ്റീവായിട്ട് വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടായിരിക്കും ഇതൊക്കെ പഠിക്കേണ്ടത്. അല്ലാതെ വെറും തിയറി മാത്രമല്ല പഠിക്കേണ്ടത്, മറിച്ച് അവർ കൃത്യമായിട്ട് ഇതൊക്കെ പ്രാവർത്തികമായിട്ട് തന്നെ പഠിക്കാൻ അവർക്ക് അവസരങ്ങൾ ഒരുക്കപ്പെടണം. അപ്പോൾ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ അതേപോലെ തന്നെ പാർട്ടിസിപ്പേറ്ററി പങ്കാളിത്തത്തോടെയുള്ള ഈ ഗവേർണൻസിലൂടെയൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യപ്പെടണം, ഈ ജനാധിപത്യ മൂല്യങ്ങൾ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ, അതൊക്കെ നമുക്ക് നർച്ചർ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഈ വിദ്യാഭ്യാസ ക്രമം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സമുദായത്തിലുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ എന്തെങ്കിലും അവശതകളുള്ള കുട്ടികൾ അവർ ഒരിക്കലും അരികുവൽക്കരിക്കപ്പെടുന്നില്ല എന്നും അരികുവൽക്കരിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സമുദായത്തിലുള്ള ഡൈവേഴ്സിറ്റി, നമ്മുടെ സമുദായത്തിലുള്ള ഈ ഒരു ബഹുസ്വരതയെ അത് റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നു എന്നതിനെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്, ഇത് രണ്ടും ഈ വിഷയത്തിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള രണ്ട് സ്കില്ലുകളാണ് അല്ലേ. ക്രിയാത്മകമായി ചിന്തിക്കാനും അതേപോലെ തന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവുകൾ, അതും എന്ത് ചെയ്യപ്പെടണം, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ അവരോട് ചോദ്യം ചോദിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അവരെ ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അവർക്ക് തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ അതേപോലെ അവരുടെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹരിക്കാനുള്ള കഴിവുകളെ അവർ നമ്മൾ എന്ത് ചെയ്യപ്പെടണം, പ്രോത്സാഹിപ്പിക്കപ്പെടണം. അവരെ നമ്മൾ എൻകറേജ് ചെയ്യണം. അതോടൊപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതും നമ്മൾ എന്ത് ചെയ്യപ്പെടണം, നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ അവരെ സഹായിച്ചുകൊണ്ടിരിക്കണം. റെസ്പെക്ട് ഫോർ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഷുഡ് ബി നേർച്ചേർഡ് ത്രൂ എക്സ്പോഷർ ടു ഡിഫറെൻറ്റ് ട്രഡീഷൻസ്, ലാംഗ്വേജസ്, ഫെസ്റ്റിവൽസ്, റെക്കഗ്നൈസിങ് ഡൈവേഴ്സിറ്റി ആസ് ദ കോമൺ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കുട്ടികൾ ഉൾക്കൊള്ളേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കഴിവ് അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബോധം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സാംസ്കാരിക വൈവിധ്യത്തിനോട് ഒരു ബഹുമാനവും റെസ്പെക്റ്റും ഉള്ളവരായി അവരെ നമ്മൾ മാറ്റിയെടുക്കാൻ കഴിയണം. അവർ നമുക്ക് എങ്ങനെ അത് സാധിക്കുന്നത് എങ്ങനെയാണ്, അവർ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, വ്യത്യസ്തങ്ങളായ ട്രഡീഷൻസിനെ, പാരമ്പര്യത്തെ പരിചയപ്പെടുത്തി കൊടുക്കണം, വ്യത്യസ്തമായ ഭാഷകളെ പരിചയപ്പെടുത്തി കൊടുക്കണം. അതേപോലെ അവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉത്സവങ്ങൾ, ഫെസ്റ്റിവൽസ് നമുക്ക് എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ അവരിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളോടുള്ള ഒരു ബഹുമാനം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ എന്തുന്നുണ്ട്, ഡിജിറ്റൽ ഡിവൈഡ് നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തുള്ള പല വിധത്തിലുള്ള ആളുകൾക്കും ഈ ടെക്നോളജി, പുതിയ ഇൻഫർമേഷൻ ടെക്നോളജിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്ത പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ അടുത്തായിട്ട് പലരും കേട്ടിട്ടുണ്ടാവും ഈ ഇൻഫർമേഷൻ ടെക്നോളജിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് ചൂഷണങ്ങൾക്കിരയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട കുറേ വാർത്തകൾ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ വിളിച്ചിട്ട് ഞങ്ങൾ ഡിജിറ്റലായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊന്നും നിങ്ങൾ വിട്ടുകിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എത്ര പൈസ അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറ്റിക്കപ്പെട്ട കഥ നമ്മൾ അല്ലെങ്കിൽ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഈ വളർന്നു വരുന്ന തലമുറയെ ശാക്തീകരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഇൻഫർമേഷൻ അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ITയുമായി ബന്ധപ്പെട്ടുള്ള ICTയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അതേപോലെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെക്കുറിച്ച് അവർക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. അവർക്ക് ഡിജിറ്റൽ ഡിവൈഡിൽ നിന്ന് അവരെന്ത് ചെയ്യണം, നമ്മൾ കരകയറ്റണം. ഇത്തരത്തിലുള്ള അറിവില്ലായ്മയെ തൊട്ടിട്ട് നമ്മൾ കരകയറ്റി അവരെ ശാക്തീകരിക്കണം എന്നർത്ഥം. അതേപോലെ തന്നെ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ മസ്റ്റ് ബി ഇൻ്റഗ്രേറ്റഡ് ടു ഡെവലപ്പ് എബിലിറ്റീസ് സച്ച് ആസ് ഡെസിഷൻ മേക്കിംഗ്, എമ്പതി, നെഗോഷിയേഷൻ ആൻഡ് ടീം വർക്ക്. നമുക്കറിയാം നമ്മുടെ ക്ലാസ്സുകളിൽ വെറും
തിയറികൾ പഠിക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ കുറേ അറിവുകൾ നോളേജ് പാസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്തും കൊടുക്കണം, ലൈഫ് സ്കില്ലും കൂടി നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അല്ലേ. ഡെസിഷൻ മേക്കിംഗ്, ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ്, അതേപോലെ എമ്പത്തറ്റിക് ആയിട്ട് പെരുമാറാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു ആൾക്കാരോട് നെഗോഷിയേറ്റ് ചെയ്യാൻ, കൂടിയാലോചിക്കാനുള്ള കഴിവ്, അതേപോലെ തന്നെ ഒരു ടീമിൽ ഒരു കൂട്ടായി പ്രവർത്തിക്കാനുള്ള കഴിവ്, ഇത്തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ലൈഫ് സ്കില്ലിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷനും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അതും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിനൊക്കെ ഈ സ്കൂളുകളും അതേപോലെ ആ സ്കൂളിൽ നിലനിൽക്കുന്ന കമ്മ്യൂണിറ്റിയും തമ്മിലൊരു നല്ലൊരു പാർട്ട്ണർഷിപ്പ്, ഒരു പങ്കാളിത്തം ഉണ്ടാവുക എന്നതും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രകൃതിക്ക് വേണ്ടി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക, അതേപോലെ തന്നെ മെഗാ ക്ലീനിങ് പരിപാടികൾ സംഘടിപ്പിക്കുക, അത് റീസൈക്ലിംഗ് ഇനീഷ്യേറ്റീവുകൾ, സംരംഭങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമങ്ങൾ രണ്ട് ടീമും ചേർന്നിട്ട്, കമ്മ്യൂണിറ്റിയും അതേപോലെ തന്നെ സ്കൂളുകളും ചേർന്ന് നടത്തുക. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വയോജനങ്ങളുമായിട്ട്, വൃദ്ധരുമായിട്ട് കുട്ടികൾക്ക് സംവദിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കൂളുകളും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ബോണ്ട്, ആ ബന്ധത്തെ നമുക്ക് എന്ത് ചെയ്യും, ശക്തീകരിക്കാൻ സാധിക്കും എന്നർത്ഥം. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ ഗ്രീൻ ക്ലബ്ബുകൾ സ്ഥാപിക്കുകയും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, കുട്ടികൾക്ക് എൻവിറോൺമെൻറ്റൽ ആക്ഷൻ, അതേപോലെ തന്നെ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്, കുട്ടികൾക്കൊരു പാഠവും ഉണ്ടാക്കിയെടുക്കാനും, അതേപോലെ തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടാനൊക്കെ അവസരം അവർക്ക് അതുവഴി നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയും എന്നർത്ഥം. ഏതായാലും ഇത്തരത്തിലൊക്കെയുള്ള സസ്റ്റെയിൻഡ് ആയിട്ടുള്ള, സുസ്ഥിരമായിട്ടുള്ള, അതേപോലെ തന്നെ ഈ പങ്കാളിത്തത്തോടെയുള്ള പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ, ശ്രമങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളിൽ നമുക്ക് ഇത്തരത്തിലുള്ള വാല്യൂസ് അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്സ്, അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള കഴിവുകൾ, ഇതൊക്കെ ഉയർത്തിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യും, കുട്ടികൾ ഉയർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നർത്ഥം. അപ്പോൾ ഇതോടെ ഈ ഒരു യൂണിറ്റ് അവസാനിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡീബ്രീഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ സുസ്ഥിരമായ വികസനത്തിന് ആവശ്യമായിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ നോവിക്കാതെ അല്ലെങ്കിൽ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പുരോഗതിക്കാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇല്ലേ. അതിൽ നമ്മുടെ റിപ്പോർട്ട് ഓഫ് ദ വേൾഡ് കമ്മീഷൻ ഓൺ എൻവിറോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് പറഞ്ഞ ഡെഫിനിഷനൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഡെഫിനിഷൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ക്ലാരിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഉച്ചകോടികൾ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിൽ വരുന്ന 4 പില്ലേഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എർത്ത് സമ്മിറ്റ് 1992 എർത്ത് സമ്മിറ്റ് ലൂടെയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന ആശയത്തിന് ഒരു പ്രചാരം അല്ലെങ്കിൽ പബ്ലിക്കിൽ അതിനൊരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഒരു ഫെമിലിയാരിറ്റി കിട്ടിയതൊക്കെ ഈ ഒരു സമ്മിറ്റ് വഴിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് എന്തുണ്ട്, പരസ്പര ഇൻ്റർ റിലേറ്റഡായി കിടക്കുന്ന ഇൻ്റർ ഡിപ്പെൻഡൻ്റായി കിടക്കുന്ന 4 പില്ലറുകൾ അല്ലെങ്കിൽ 3 പില്ലറുകൾ ഉള്ളതായിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, അതേപോലെ സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ സോഷ്യോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്നിങ്ങനെ 3 പില്ലറുകൾ ഉള്ളതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എഡ്യൂക്കേഷൻ, കുട്ടികളിൽ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വാല്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് സാധിക്കും, കുട്ടികളിൽ എങ്ങനെ അതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കും എന്നൊക്കെ ഇതിൽ നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പോൾ പ്രധാനമായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ചാപ്റ്ററാണ്. അപ്പോൾ അത് കൂടുതൽ എന്ത് ചെയ്യാം, നമുക്ക് റിവിഷൻ ടൈമിലൊക്കെ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു ഓൾ.